കൊച്ചി മലയിടം തുരുത്ത് കുടിയൊഴിപ്പിക്കലിൽ കുടുംബങ്ങൾ നേരിടുന്ന പ്രശ്നങ്ങൾ ഹൈക്കോടതിയെ അറിയിക്കുമെന്ന മന്ത്രി റോജി എം ജോൺ. നാളെ കുടിയൊഴിപ്പിക്കൽ ഉണ്ടാകില്ല. കോടതി വിധി പ്രതികൂലമായാൽ ന്യായമായ പുനരധിവാസ പാക്കേജ് നടപ്പാക്കും. കോടതി ഉത്തരവ് വരെ തുടർ നടപടികൾ ഉണ്ടാകില്ലെന്നും സമവായ ചർച്ചയ്ക്ക് ശേഷം മന്ത്രി റോജി എം ജോൺ പറഞ്ഞു. അവരുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് സർക്കാർ അവരോടൊപ്പമുണ്ട് എന്നുള്ള കാര്യം വളരെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. സർക്കാർ അവർക്ക് കൊടുത്തിരിക്കുന്ന ഉറപ്പ് ഗവൺമെൻറ് തന്നെ നേരിട്ട് ഹൈക്കോടതിയിൽ തിങ്കളാഴ്ച ഈ കേസ് റെപ്രസെൻ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കും. AGക്ക് അതിനാവശ്യമായിട്ടുള്ള ഡയറക്ഷൻ കൊടുത്തിട്ടുണ്ട്. ഗവൺമെൻറ്റിനെ ബോധിപ്പിക്കാനുള്ള കാര്യങ്ങൾ ബോധിപ്പിക്കുന്നതിന് വേണ്ടി കോടതിയെ ബോധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമം സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് നടത്തും. ഇനി ഏതെങ്കിലും തരത്തിൽ കോടതിയിൽ നിന്നും നമുക്ക് അനുകൂലമായി വിധി ലഭിക്കുന്നില്ലെങ്കിൽ, അല്ലെങ്കിൽ കോടതി വിധി എതിരാകുന്ന ഒരു സാഹചര്യമാണെങ്കിൽ ഇവരെ പൂർണ്ണമായും പുനരധിവസിപ്പിക്കുന്ന കാര്യത്തിൽ സർക്കാർ പ്രതിജ്ഞാബദ്ധമാണ്. ആ ഉറപ്പും സർക്കാർ കൊടുത്തിട്ടുണ്ട്. അതേസമയം വാക്കാലുള്ള പ്രസ്താവന മാത്രമാണ് മന്ത്രിയുടേതെന്ന് മുൻ MLA PV ശ്രീനിജൻ വിമർശിച്ചു. പോലീസ് വരാതിരിക്കാൻ നിയമപരമായി യാതൊരു നടപടിയും സ്വീകരിച്ചിട്ടില്ല. നാളെ കുടിയൊഴിപ്പിക്കലിന് അഭിഭാഷക കമ്മീഷനെത്തിയാൽ പ്രതിരോധിക്കുമെന്നും ശ്രീനിജൻ പറഞ്ഞു. നാളെ പോലീസ് വരാതിരിക്കുന്ന ഒരു സാഹചര്യമില്ല. അല്ലെങ്കിൽ ഹൈക്കോടതിയുടെ നിന്ന് കൃത്യമായിട്ട് നിർദ്ദേശം മുനിസിപ്പൽ കോടതിന് ഉണ്ടാകണം. അങ്ങനെ സോഫാർ അങ്ങനെ ഒരു നിർദ്ദേശം ഉള്ളതായിട്ട് മന്ത്രി പറഞ്ഞിട്ടില്ല. മന്ത്രി വാക്കാൽ പറഞ്ഞത് പോലീസ് വരില്ലെന്നാണ്. പക്ഷേ എനിക്ക് അങ്ങനെ ഒരു ഞങ്ങൾ സമരസമിതി അത് സംശയിക്കുന്നുണ്ട്. നാളെ വീണ്ടും അഭിഭാഷക കമ്മീഷൻ വരുമെന്ന് ബഹുമാനപ്പെട്ട മന്ത്രി തന്നെ പറഞ്ഞു കഴിഞ്ഞു. അത് എങ്ങനെ ആയിരിക്കും? പോലീസിന്റെ ഭാഗത്തുനിന്ന് ഒരു പക്ഷേ വലിയ നടപടിയൊന്നും ഉണ്ടാകാൻ സാധ്യതയില്ല. കാരണം പോലീസ് ഗവൺമെന്റ് പറയുന്നത് അപ്പുറം പോകുമെന്ന് ഞങ്ങൾ വിചാരിക്കുന്നില്ല. അങ്ങനെയാണെങ്കിൽ നല്ല കാര്യം. പക്ഷെ എന്നാൽ പോലും നാളെ ഇങ്ങനൊരു ത്രെട്ട് അഭിഭാഷക കമ്മീഷൻ വരുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അപ്പോൾ ജനകീയ സമിതി ഞങ്ങളിതിനെ പ്രതിരോധിക്കാൻ ഞങ്ങൾ മുന്നിൽ തന്നെ ഉണ്ടാകും. സർക്കാർ ഇടപെട്ടതിൽ സന്തോഷമെന്ന് കുടുംബങ്ങൾ പ്രതികരിച്ചു. കോടതിയിൽ നിന്ന് അനുകൂല വിധി വരുമെന്നാണ് പ്രതീക്ഷ. മലയിടം തുരുത്തിൽ നിന്ന് മറ്റ് എങ്ങോട്ടും പോകില്ലെന്നും ഇവർ പറഞ്ഞു. തിങ്കളാഴ്ച ഹൈക്കോടതി ഒരു കേസ് ഫയൽ ചെയ്യും. ആ ഫയൽ ചെയ്യുമ്പോൾ നിങ്ങളുടെ ആധാരങ്ങളും കാര്യങ്ങളും റെക്കോർഡുകൾ ഹാജരാക്കി നിങ്ങൾക്ക് അതിനുള്ള ഒരു പ്രോപ്പർട്ടി നല്ല രീതിയിൽ വരികയാണെങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും സന്തോഷം. അഥവാ എന്തെങ്കിലും ദോഷം വന്നു പോയാൽ അത് നിങ്ങളെ പുനരധിവസിപ്പിക്കാൻ എല്ലാ സംവിധാനവും ഈ സർക്കാർ ചെയ്യും. ആരെയും പുറത്തേക്ക് ഇറക്കി വിടില്ല, വഴിയാധാരാക്കൂല എന്ന് തന്നെയാണ് മന്ത്രി പറഞ്ഞിരിക്കുന്നത്. അതിന് ഞങ്ങൾക്ക് തയ്യാറല്ല. ഞങ്ങൾ ഈ സ്ഥലത്തു നിന്നും പോകില്ല. ഞങ്ങളുടെ കാരണന്മാരും എല്ലാം മറവ് ചെയ്തേക്കുന്ന സ്ഥലം ഇതാണ്. അതുകൊണ്ട് ഞങ്ങൾ അവിടെ നിന്ന് വിട്ടു പോകില്ല. അത് ഞങ്ങളുടെ അമ്പലമുണ്ട്, പിന്നെ ഒരു കാവുണ്ട്. ഇതിനൊക്കെ ഞങ്ങൾ സംരക്ഷിക്കണ്ടേ. ഇത് ഇട്ടെറിഞ്ഞ് ഞങ്ങൾ പോകില്ല. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.